നമസ്കാരം. പണമൊരു വല്ലാത്ത പണ്ടാരക്കാലൻ തന്നെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പണമുണ്ടാക്കുന്ന പൊല്ലാപ്പ് തുടരുന്നു. ബാങ്കുകൾക്ക് മുന്നിലെ ക്യൂവിൻ്റെ നീളം കുറഞ്ഞുവെങ്കിലും വിവിധ മേഖലകളിലെ നാട്ടാരുടെ ദുരിതത്തിന് കുറവില്ല. കൈവിരലിൽ മഷി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്നത് പോലെ മഷി പതിപ്പിച്ച് ചിലർ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചു. മറ്റു ചിലർ കേന്ദ്രത്തിൻ്റെ തന്തയ്ക്ക് വിളിച്ചു. നിയന്ത്രണങ്ങളും ഇളവുകളും തുടരുമ്പോൾ പണപരിഷ്കാരത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലും സംസ്ഥാനത്തും രാഷ്ട്രീയ യുദ്ധവും മുറുകുകയാണ്. സഹകരണ മേഖലയിലെ കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ LDF UDF സഹകരണ രാഷ്ട്രീയത്തിനാണ് കളം ഒരുങ്ങുന്നത്. ബദ്ധവൈരികൾ ജോയിൻ്റ് ആയത് കണ്ട് BJPക്കാർ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. തനിക്ക് എന്താണ് പറയാൻ കൊടുക്കണ്ടേ? പണം ഒരു വല്ലാത്ത പണ്ടാര കാലനാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താങ്കിൽ നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. ഇതൊരു അവസാന സന്ദർഭമാണ്. കഴിഞ്ഞ എല്ലാം മറക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെല്ലാം ജീവിക്കുന്ന ഓരോ പ്രദേശത്തുള്ള നിലനോക്ക്. അവിടുത്തെ സഹകരണ സ്ഥാപനം കണ്ടിട്ടാണല്ലോ നമ്മളെല്ലാവരും വളർന്നത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്ന് ഒരു പറ്റം BJP നേതാക്കൾ ഇത് മുഴുവൻ നശിച്ചു പോകേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് ഇത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തീയതി ചേരുന്ന സർവകക്ഷി യോഗത്തിൽ വെച്ച് സഹകരണ മേഖലയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഈ വലിയ ഭീഷണി, ആ ഭീഷണിയെ നേരിടാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഗവൺമെൻറ് ഞങ്ങളുടെ ആ ഓഫറിനെ സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് നാളെ കാലത്ത് 10 മണി മുതൽ ഇവിടുത്തെ RBI ഓഫീസിന് മുന്നിൽ ഞങ്ങൾ ഒരു സത്യാഗ്രഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, ഞാനും മന്ത്രിമാരും. കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പോരാട്ടത്തിന് കേരള ജനങ്ങൾ തയ്യാറാവേണ്ടി വരും. പണമൊരു വല്ലാത്ത പണ്ടാരക്കാലൻ, പണമൊരു വല്ലാത്ത പണ്ടാരക്കാലൻ, മനുഷ്യർക്ക് പൊന്തിച്ചു പന്താടും വീരൻ, മനുഷ്യർക്ക് പൊന്തിച്ചു പന്താടും വീരൻ, പണമൊരു വല്ലാത്ത പണ്ടാരക്കാലൻ, പണമൊരു വല്ലാത്ത പണ്ടാരക്കാലൻ. നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞു ഓടി വരുമെന്ന് വിചാരിച്ചു. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ജായന്റായില്ലേ നമ്മളില്ലേ. എതിർക്കുന്നതിൻ്റെ ഉദ്ദേശം കള്ളപ്പണക്കാരെ രക്ഷിക്കണമെന്നുള്ളത് മാത്രമാണ്. വാസ്തവത്തിൽ നാളെ നടക്കാൻ പോകുന്ന, അവിടെ RBIയുടെ മുന്നിൽ നടക്കാൻ പോകുന്ന ധർണ കള്ളപ്പണ സ്പോൺസേഡാണ്. രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ സ്വിസ് ബാങ്കിലല്ല, കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ടെങ്കിൽ പിടിക്കുക തന്നെ വേണം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനമുള്ള സഹകരണ ബാങ്കിന് പണം കൊടുക്കാതെ ഞെരുക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രത്തോട് ഏറ്റുമുട്ടലിന് ഒരുങ്ങുന്നു. സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഒരു കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെന്ന് ഇതിൽ പരം ഒരു അസംബന്ധം പറയാനില്ല. എന്നോട് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ആൾ, ഒരു ജനപ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എനിക്കറിയാം. എനിക്ക് എന്താ പറഞ്ഞാൽ എനിക്കറിഞ്ഞു. നമ്മൾ അപൂർവം കാണുന്നതുകൊണ്ട് കൂടുതൽ സമയം എടുക്കണ്ട. കോഓപ്പറേറ്റീവ് വ്യവസ്ഥകൾക്ക് തീർച്ചയായിട്ടും റോളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലതുണ്ട്. പക്ഷേ കേരളത്തിൽ നമുക്ക് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രാഥമിക പാഠം അറിയുന്ന ആൾക്കാർക്ക് പോലും അറിയാം ഇത് നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സുമാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടുകെട്ടുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കള്ളപ്പണ കൂട്ടുകെട്ട്, ഗ്യാങ്ങിൻ്റെ കൂട്ടുകെട്ടാണ് ഇന്ന് ഇവർ ഈ സമരം നടത്തുന്നതും ഇന്ന് ഈ തെറ്റായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിൽ പരം ഒരു അസംബന്ധം പറയാനില്ല. സഹകരണ ബാങ്കുകളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശ്വാസം മുട്ടിക്കൽ മാത്രമല്ല, ഈ സഹകരണ ബാങ്കുകളെ
തകർക്കാനുള്ള ബോധപൂർവമായൊരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. പരിഹാസ്യമായിട്ടുള്ള വാദമല്ലേ ഇത്രയും ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ വ്യാപകമായിട്ടുള്ള നിയമം ഉണ്ടാക്കിയത് കേരളത്തിലെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു വാദമാണ്. അത് വിവരമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. അവർ പറയുന്നത് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഒരു കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെന്നാണ്. അത് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട, അത് വസ്തുതയാണത്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ വാദഗതികൾ കൊണ്ട് അത് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കണം. കേരളത്തിൻ്റെ സഹകരണ മേഖല തകരുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം തകരലാണ്. ആ കാര്യത്തിൽ ഒന്നിച്ച് നീങ്ങാം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതേ നിലപാട് തന്നെയാണ് അവർക്കും ഉള്ളത്. നോക്കൂ, ശബരിമലയിൽ തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. അവരെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ പ്രത്യേകമായിട്ട് അവിടെ സ്പെഷ്യലായിട്ടുള്ള കോട്ടകളും വ്യവസ്ഥകളും ചെയ്തു കൊടുക്കുന്നു. അതുമാതിരി ചെയ്യുന്നതിന് പകരം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഈ കൂട്ടുകെട്ടുണ്ടാക്കി അവർ സമരം ചെയ്യുന്ന ഏർപ്പാടാണ് ചെയ്യേണ്ടത്. പൈസയല്ലേ കലിയുഗ ഭഗവാൻ, പൈസയല്ലേ കലിയുഗ ഭഗവാൻ. പറയൂ പറയൂ നിങ്ങൾക്ക് പറയൂ, പറയൂ പറയൂ നിങ്ങൾക്ക് പറയൂ. തൂ സാങ്ങരെ അരെ തൂ സാങ്ങരെ, അരെ തൂ സാങ്ങരെ, അരെ തൂ സാങ്ങരെ. മലയാളികൾക്ക് ജീവിക്കാൻ എന്തിനാ ഇത്ര പണമെന്ന് ചോദിച്ച കല്യാണം കഴിക്കാത്ത കുമ്മനം ചേട്ടന് മുന്നിൽ വർദ്ധിച്ച ജീവിത ചെലവുകൾ പിണറായി നിരത്തുന്നു. പഴയതുപോലെ പരിപ്പ് വടയും കട്ടൻ ചായയും മതിയാവില്ലല്ലോ ഇന്ന്. ഒരു ഉപഭോഗ സംസ്കാരമാണ് കേരളം. ആഡംബരവും ദൂർത്തും ധാരാളമുള്ള ഒരു നാടാണ് കേരളം. ഏത് സുഖലോലുപമായ ജീവിതം നയിക്കുന്നവരുടെ നാടാണ്. ഇവിടെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും സുഖഭോഗ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഏറ്റവും വലിയ ചെലവാകുന്നത് ഈ കേരളത്തിലാണ്. അതെ, ഞാനതൊക്കെ പറയാതിരിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്നത് അത് ആഡംബരവും ധൂർത്തുമായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക? നിങ്ങൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുന്നു, പിന്നെ സാധാരണ നിരക്ക് ഒരു ന്യായമായൊരു ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലേ. ആ ഉള്ളതിനെ കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുകയല്ലേ. ആ നേരാൻ വണ്ണം ജീവിക്കുന്നത് ധൂർത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ധൂർത്തുള്ള സംസ്ഥാനമാണോ നമ്മുടെ നാട്ടുകാരാകെ ധൂർത്തന്മാരാണോ? അതെല്ലാം BJPക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ATMകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന പാവങ്ങളായ അന്യസംസ്ഥാന തൊഴിലാളികൾ കള്ളപ്പണം മാറ്റാൻ ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്നവരാണെന്ന് വരെ പറയുന്നു. പണമുണ്ടാക്കുന്ന പൊല്ലാപ്പ് വർത്തമാനങ്ങളെ. വേറൊരു പ്രശ്നം, നമ്മുടെ നാട്ടിലെ മറ്റൊരു വിഭാഗം പാവപ്പെട്ടവർ, നമ്മുടെ നാട്ടുകാരല്ല അവർ, എന്നാൽ ഇപ്പം നാട്ടുകാരാണ്, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. ആ പാവങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുകയാണ്. അതിലൊരു പ്രയാസം, സാധാരണ അവർ ചെയ്യുന്നത് നാട്ടിലുള്ള കുടുംബത്തിന് ഇവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം കിട്ടുന്നതിന് വേണ്ടി ആ പണം അക്കൗണ്ടിലിടും. ആ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെ അക്കൗണ്ടല്ല, അവിടുത്തെ ഏത് കുടുംബാംഗത്തിൻ്റെ പേരിലാണോ ഉള്ളത് ആ അക്കൗണ്ടിലേക്ക് ഇടും. ഇപ്പോൾ ബാങ്കുകാർ തെളിവെന്താണ്, ആരാണിത്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ഇതൊക്കെ ചോദിക്കുകയാണ്. ഈ പാവങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഐഡൻറ്റിറ്റി കൊടുക്കാൻ പറ്റും? കേരളത്തിൻ്റെ കാര്യം എനിക്കറിയാം. അവിടെയുള്ളതായ ഈ എന്താണ് മറ്റേ ഇവിടെ ഉണ്ടല്ലോ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ തൊഴിലാളികൾ കിട്ടാനില്ല. അവർക്കൊക്കെ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ബാങ്കിൽ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പൈസ വാങ്ങി അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളതായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അതുകൊണ്ടാണല്ലോ മഷി വയ്ക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സർക്കാരിനും പണമില്ലായ്മ പൊല്ലാപ്പ് വരുത്തി വെക്കുമെന്ന് ധനമന്ത്രി ഐസക്. പണമുണ്ടെങ്കിൽ മാറണം, പണമില്ലെങ്കിൽ മാറണം. അടുത്ത മാസം സർക്കാരിൻ്റെ വരുമാനം ഏതാണ്ട് പകുതിയായിട്ട് കുറയുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനം ഒരു 4/1 കുറവ് ഈ മാസം ഉണ്ടാവുമെന്ന് ഞാൻ കണക്കൂട്ടുന്നു. ആദ്യം ബീഫിൻ്റെ പേരിൽ പോരടിച്ചു, പിന്നെ രാജ്യസ്നേഹത്തെ ചൊല്ലി കലഹിച്ചു, ഇപ്പോൾ പണത്തെ ചൊല്ലി തീരാത്ത പൊല്ലാപ്പം. രാജ്യനന്മയ്ക്കായി അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി പോലും വോട്ട് ചെയ്തവരാണ് നാം എന്ന് വെച്ച് ഒരു ഗ്യാപ്പിട്ട് മതി അടുത്ത പൊങ്കാല. ജനങ്ങൾ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. ഒടുവിൽ സക്കീർ ഹുസൈൻ കീഴടങ്ങി. CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയാലും തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള പോലീസ് കേസ് വന്നാൽ
അകത്തായല്ലേ പറ്റൂ. അകത്താവാതെ നോക്കാൻ എല്ലാ സഹായവും ചെയ്ത് കിട്ടിയാർന്നു. മുൻകൂർ ജാമ്യം നൽകി കോടതി കനിയാത്തതിനാൽ കീഴടങ്ങാതെ നിവർത്തിയില്ല. കീഴടങ്ങാനുള്ള മുഹൂർത്തവും തീരുമാനിച്ചു. ഒടുവിൽ കീഴടങ്ങുക തന്നെ ചെയ്തു. പാർട്ടിയുടെ ഒരു തലവേദന തൽക്കാലം ഒഴിഞ്ഞു. അട്ടിമുട്ടി സുന്ദരൻ ശാന്തശീലൻ കണ്ടാൽ അഹങ്കാരം തോന്നുമെന്നാകിലും ഉള്ളറിഞ്ഞോർക്കെല്ലാം പഞ്ചപാവം. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പറഞ്ഞാൽ അത് ചെയ്തേ മടങ്ങൂ രണ്ടിലിടഞ്ഞ പണി തന്നെ അടങ്ങൂ. സംഗതി ഹോട്ടാണ്, സിമ്പിള് സ്മാർട്ടാണ്. എങ്ങനെയെങ്കിലും ഹിറ്റായാൽ പിന്നെ നീ നമ്പർ 1 ആണ്. ചാട വേണം, വേണ്ട കാറ് വേണം, കണ്ണുമൂടും ഗ്ലാസ് വേണം, വേണ്ട. നീ ഞങ്ങളുടെ ഉള്ളിലെ കുഞ്ഞു കിനാവിന് വെള്ളി വെളിച്ചം പകരാൻ വിടരുന്ന സ്റ്റാറാടാ. പണ്ടതും പോയി പോട്ടും കിട്ടി. അയലേസാ വക്രദൃഷ്ടിയിൽ ഒരു ഇടവേളയാവാം. ചെറുവള്ളി PC ജോർജിന് പിടിവള്ളി. ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാവി എന്ന് വിളിച്ചത് ഞാനാ.